എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചിത്രമായിരുന്നു വരച്ചിരുന്നത് അല്ലേ? ഇനി നമുക്കതിൻ്റെ അടുത്ത പേജിൽ മറ്റു രണ്ട് ചിത്രങ്ങൾ കൂടിയുണ്ട്, അതൊന്ന് വരച്ചു നോക്കാം. അതായത് ഈ രണ്ട് ചിത്രങ്ങളാണ് നാം ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നാം ഈ ചിത്രമാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഒരു സമഭുജ ത്രികോണം, അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇതിന്റെ അളവ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവ് എടുത്ത് വരയ്ക്കാം. പക്ഷെ നാം അളവെടുത്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ നോക്കി ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ, ഈ വര കണ്ടില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ സൈഡിനെ 1, 2, 3 തുല്യ ഭാഗങ്ങൾ. അതേപോലെ ഇതിനെയും നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, ഇതിനെയും നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഒരു അളവ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഖ്യ എടുക്കാം. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ, ഇവിടെ 2 വേണമെങ്കിൽ നമുക്ക് 2, 2, 2 അങ്ങനെ എടുക്കാം അല്ലേ? അപ്പൊ ഓരോ സൈഡ് 2, 2, 2 അങ്ങനെ നമുക്ക് മൊത്തം 6 സെന്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ 6 സെന്റിമീറ്റർ എടുത്തിട്ട് 2, 2, 2 വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3, 3, 3 എടുക്കാം അല്ലെ? അപ്പൊ 3, 3, 3 എടുക്കാം. അതായത് അപ്പൊ നമ്മൾ 3 ഇവിടെ 3 ഇവിടെ 3, അപ്പൊ നമുക്ക് എത്ര ആയിരിക്കും, മൊത്തം 9 സെന്റിമീറ്റർ എടുക്കാം അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4, 4, 4 വെച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ ലൈൻ വരയ്ക്കാം അല്ലെ? അപ്പൊ നമുക്ക് വളരെ വലുതും വേണ്ട, വളരെ ചെറുതും വേണ്ട. അപ്പൊ അതിന്റെ ഒരു മീഡിയം അല്ലെ? അപ്പൊ മീഡിയം ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു 9 ഒരു 12 എടുത്താൽ മതി. 6 എടുത്താൽ വളരെ ചെറുതായി പോകും. അതുകൊണ്ട് നമുക്ക് ഒരു 9 സെന്റിമീറ്ററോ 12 സെന്റിമീറ്ററോ എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെ? ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാലോ, നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് അതേ അളവിൽ നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം അല്ലെ? ഇവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി അല്ലെ? ഇനി എന്ത് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഈ ഓരോ വശങ്ങളെയും നാം എന്ത് ചെയ്യാം, 3 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക ഈക്വലായിട്ട്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്നു അല്ലെ? 9 സെന്റിമീറ്റർ എടുക്കുക, അതല്ലെങ്കിൽ 12 സെന്റിമീറ്റർ എടുക്കുക. അപ്പൊ ഞാനിപ്പോ തൽക്കാലം 9 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പോണ്. അപ്പൊ 9 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് ആദ്യത്തെ ലൈൻ ഞാൻ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം, കോമ്പസ് എടുത്തിട്ട് ഇതേ അളവിൽ നാം എന്ത് ചെയ്യണം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കണം അല്ലെ? ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കണം അല്ലെ? അങ്ങനെയാണ് നാം ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കുക, നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ അതേപോലെ നമുക്കൊന്ന് വരച്ചു നോക്കാം. എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലെ? അത് കുഴപ്പമില്ല, ഞാൻ സ്കെച്ച് കൊണ്ട് പിന്നീട് വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് അടുത്ത ആർക്ക് വരച്ചു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റിൽ അത് കൂട്ടിമുട്ടുന്നുണ്ട്. ഇനി ഇവ തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഈ പോയിന്റ് യോജിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക, എന്നാലും നമ്മുടെ ഫിഗർ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, നാം ഇപ്പൊ ഈ ട്രയാങ്കിൾ വരച്ചു അല്ലേ? ഇനി ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് ഇതിനെ തുല്യ ഭാഗങ്ങളാക്കണം, 3 തുല്യ ഭാഗങ്ങളാക്കണം അല്ലെ? അപ്പൊ നമുക്ക് 3 ഇതിപ്പോ 9 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് 3 സെന്റിമീറ്റർ വെച്ചിട്ട് ഈ 3 വശങ്ങളിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാം അല്ലെ? അവിടെ ഒരു ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ ഞാൻ 1, 2, 3 ഇവിടെ വരും ഒരെണ്ണം, 1, 2, 3 ഇവിടെ വരും അടുത്തത്. ഓക്കെ, ഇനി അതേപോലെ ഈ സൈഡിനെ 1, 2, 3 ഇവിടെ, പിന്നെ 1, 2, 3 ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ. അപ്പൊ ഇതിനെയും നമ്മൾ 3, 3 അങ്ങനെ ഇപ്പൊ 3 സൈഡുകളെ എന്തായി, 3 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ? ഇനി നമുക്ക് എന്ത് വേണം, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ കണ്ട ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലെ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ വരയ്ക്കാം, മനസ്സിലായല്ലോ? അപ്പൊ ഈ പോയിന്റ്, പിന്നെ ഈ സൈഡിലെ ഈ പോയിന്റ്, ഈ സൈഡിലെ ഈ പോയിന്റ് അല്ലെ? അപ്പൊ ഇത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പൊ അത് വരയ്ക്കാലോ? ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കേണ്ട. കാരണം എന്താ, ഇവിടെ നമുക്ക് കണ്ട ഇവിടെ ഇത്രയും ഭാഗമില്ല. അപ്പൊ നമുക്ക് സ്കെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ നമുക്ക് മായ്ച്ചളയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രയാങ്കിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പൊ ഈ 2 പോയിന്റുകൾ എടുത്തു, ആ പോയിന്റുകൾ തമ്മിൽ വരച്ചു. ഓക്കെ, ഇനി ഇതും ഇതും അല്ലെ? അപ്പൊ അത് കൂട്ടി യോജിപ്പിക്കുന്നു. ഓക്കെ, യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 പോയിന്റുകൾ അല്ലെ, അത് യോജിപ്പിക്കാം. ഓക്കെ, അത് യോജിപ്പിച്ചു അല്ലെ? അപ്പൊ പെൻസിൽ കൊണ്ടുകൊണ്ട് നമുക്ക് അവസാനം സ്കെച്ച് ഉപയോഗിച്ചതിന് വരയ്ക്കാം. ഇനി അതേ രൂപത്തിൽ തന്നെ നോക്കിയാൽ ബാക്കിയുള്ള ഈ 3 പോയിന്റുകൾ അല്ലെ? അപ്പൊ അവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു ട്രയാങ്കിൾ
അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരയ്ക്കാം. അപ്പൊ അതെ ഈ 2 പോയിന്റുകൾ അവ തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റും അവ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിച്ചു. ഓക്കെ. ഇനി ഈ പോയിന്റും അവ തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ. ഇപ്പൊ നമുക്കൊരു സ്റ്റാർ കിട്ടി ഉള്ളിൽ അല്ലേ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളിപ്പോ ഇതും വരച്ചു, പിന്നെ ഇതും വരച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഉള്ളിൽ ഒരു സ്റ്റാർ കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ ഈ പോയിന്റ് കണ്ടാ, ഈ സ്റ്റാറിന്റെ ഈ പോയിന്റും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതേപോലെ ഈ പോയിന്റും പിന്നെ ഇതും യോജിപ്പിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റുകളൊക്കെ ഒന്ന് മൂന്നെണ്ണോ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമുക്ക് അത് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താ, അവിടെ വേറെ ഒന്നും നമുക്ക് മാച്ചറിയാനില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റുകൾ നമുക്ക് ഈ ക്രോസ് ചെയ്യുന്ന അല്ലെ, ഈ 2 പോയിന്റ് ഈ വരകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് സ്കെച്ച് ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. അപ്പൊ ഏതൊക്കെ പോയിന്റ്, ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അല്ലെ. അപ്പൊ യോജിപ്പിക്കാം. അപ്പൊ അവ തമ്മിൽ യോജിപ്പിച്ചു. ഇനി അടുത്ത ഏതാണ്, ഈ പോയിന്റ് അല്ലെ, ഈ 2 പോയിന്റുകൾ. അപ്പൊ ഓക്കെ, അവ തമ്മിൽ യോജിപ്പിച്ചു. ഇനി ഏതാണ് പോയിന്റുകൾ, ഈ പോയിന്റ് അല്ലെ. അപ്പൊ അവ തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, അവ തമ്മിൽ യോജിപ്പിച്ചു. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇവിടേക്ക് നോക്കിയേ, നാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇനി നമുക്ക് ഇത്രയും പങ്കണ്ട ഈ മൂലകൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്കിപ്പോ ക്ലിയർ ആക്കാം അല്ലെ. ഇത് നമുക്ക് ഇങ്ങനെ സ്കെച്ച് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ കാരണം ഇവിടെ കണ്ട, ഇവിടേക്ക് ഗ്യാപ്പുകളാണ്, അല്ലെങ്കിൽ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാം, ഇനി സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ മൂലകളൊക്കെ ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പൊ ആദ്യം ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ച് വരയ്ക്കാം, അങ്ങോട്ടും കൂടെ നീങ്ങരുത്. സ്കെച്ച് പിന്നെ നമുക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കാം. യോജിപ്പിച്ചു. ഇനി ഇതും യോജിപ്പിച്ചു അല്ലെ. ഇനി നമുക്ക് ഇത് യോജിപ്പിക്കണം. ഇതും നമ്മൾ യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അത് യോജിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, ഈ പോയിന്റുകൾ ഇത് തമ്മിൽ കൂട്ടി ഇങ്ങോട്ട് യോജിപ്പിക്കാം. കണ്ടില്ലേ, ഈ മൂലകൾ തമ്മിൽ ഇതേ രൂപത്തിലാണ്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ യോജിപ്പിച്ചതാണ് അല്ലെ. ഇത് നമ്മുടെ ത്രികോണത്തിന്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് ഈ മൂലയും ഈ മൂലയും, അതുപോലെ ഇതും അതുപോലെ ഇതും ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഇതും ഈ 2 പോയിന്റുകൾ യോജിപ്പിക്കാൻ പോവുകയാണ്. അത് യോജിപ്പിച്ചു. ഇനി ഏതാണ്, ഇതും അല്ലെ. അപ്പൊ തമ്മിൽ യോജിപ്പിച്ചു. ഇനി അടുത്തത് ഇതും അല്ലെ. അപ്പൊ അതും യോജിപ്പിച്ചു. ഇപ്പൊ നോക്കിയേ, ഇതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടി അല്ലെ. ഇനി എന്താ, എന്തിന്റെ ഒരു കുറവുണ്ടല്ലോ. എന്തിന്റെ കുറവാണ്, ഒരു കളറിന്റെ കുറവുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിപ്പോ കളറൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, സ്കെച്ച് പെൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ ഗ്രീൻ കളറാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രീൻ കളർ നല്ല ഭംഗിയിൽ കൊടുക്കാം. അതേപോലെ ഈ 3 മൂലകളിലും, അപ്പൊ ഇവിടെയും നല്ല പച്ച കളർ കൊടുക്കാം. അതിനുശേഷം നോക്കിയാൽ ഇവിടെ വയലറ്റ് കളർ അല്ലെ. അപ്പൊ ഈ കട്ട വയലറ്റ് അതേപോലെ ഈ കട്ട വയലറ്റ്. അപ്പൊ ഇത് 3 എന്ത് കൊടുക്കാം, വയലറ്റ് കളർ കൊടുക്കാം. പിന്നെ ഇതോ ബ്ലൂ കളർ അല്ലെ. അപ്പൊ അതുപോലെ ഇപ്പുറത്തെ കഷ്ണങ്ങൾക്ക് എന്ത് കൊടുക്കാം, ബ്ലൂ കളറും കൊടുക്കാം. പിന്നെ ഇതിന്റെ ഈ ഉള്ളിലുള്ള ഇതേ കഷ്ണങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉള്ളിലൊരു യെല്ലോ കളറും കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായി, നല്ല മനോഹരമായൊരു പടം കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ അത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം, കളർ കൊടുക്കലൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ഇത് വരച്ച അതേപോലെ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ അതേപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതേ അളവിന് എടുക്കും തൽക്കാലം നമുക്ക്. അപ്പൊ 9 സെന്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം അല്ലെ. അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിനെ 3 തുല്യ ഭാഗങ്ങളാക്കാം. 3 സെന്റിമീറ്റർ വെച്ചെടുത്തിട്ട് നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കുന്നു ഓരോ സൈഡുകളെയും അല്ലെ. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു,
ഈ ട്രയാങ്കിൾ വരച്ചു അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു ട്രയാങ്കിള്, അതിനുശേഷം ഇവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അടുത്ത ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിക്കരുത്. കാരണം എന്താ, നമുക്ക് ഈ ഭാഗങ്ങൾക്ക് മായ്ച്ചു കളയാനുള്ളതാണ് അല്ലെ. അപ്പൊ തൽക്കാലം പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് 2 ട്രയാങ്കിളും വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കണ്ട് മായ്ച്ചു കളയാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ക്രോസ് വരച്ചു, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മായ്ച്ചു കളയാം. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ കിട്ടി അല്ലെ. അപ്പൊ നമുക്കൊന്ന് വേഗം ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ അതെ, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നു, നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്കൊരു 9 സെന്റിമീറ്റർ തന്നെ എടുക്കാം അല്ലെ. ഓക്കെ, 9 തന്നെ എടുക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, 9 സെന്റിമീറ്ററിൽ ഇതേ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തിന്, ഇതിന് 3 ആക്കുന്നു അല്ലെ. അപ്പൊ 3 സെന്റിമീറ്റർ വെച്ചിട്ട് ഇതിനെ 3 പീസ് ആക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സ്കെയിലും കൊണ്ട് കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ അത് വേണ്ട, ഇങ്ങനെ 3 കഷ്ണാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോമ്പസിൽ എടുത്തുകൊണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ നമുക്കത് വരച്ചു നോക്കാം. അപ്പൊ ഇതേ 9 സെന്റിമീറ്റർ കൃത്യമായി ഇതേ കോമ്പസിൽ എടുത്തു അല്ലെ, കണ്ടല്ലോ. ഇനി നമുക്കിതേ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ ഒരു ആർക്ക് ഞാൻ വരച്ചു. അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരച്ചു. അപ്പൊ ഈ ആർക്ക് ഇവിടെ കൂട്ടിമുട്ടി അല്ലെ. ഇനി നമുക്ക് ഈ പോയിന്റ് കൂട്ടി യോജിപ്പിക്കാം. ഇത് യോജിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ 2 പോയിന്റും വെച്ചിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ വശത്ത് നമ്മൾ 3 എണ്ണാക്കി അല്ലെ, 3 സെന്റിമീറ്റർ എടുത്തു. അതേപോലെ നമുക്ക് ഈ 2 വശങ്ങളെ അതേപോലെ നമുക്ക് ഭാഗങ്ങളാക്കാം. അപ്പൊ ഈ സൈഡിനെ 1 2 3 ഇവിടെ, പിന്നെ 1 2 3 ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡും പിടിക്കാം അതേപോലെ തന്നെ 1 2 3 അല്ലെ, 3 സെന്റിമീറ്റർ, പിന്നെ അടുത്തത് 1 2 3 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. അങ്ങനെ നമുക്കൊരു എന്തുണ്ടാക്കണം, ഒരു സ്റ്റാർ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു പെൻസിൽ കൊണ്ട് ഉപയോഗിക്കുക, കാരണം അല്ലെങ്കിൽ നമുക്ക് മായ്ച്ചറിയാൻ ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ ഈ പോയിന്റും ഈ പോയിന്റും, അപ്പൊ ഈ 2 പോയിന്റ് എടുത്ത് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി എന്ത് വേണം, ഈ പോയിന്റും ഈ പോയിന്റും അല്ലെ. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ, സ്റ്റെപ്പുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. അവസാനം മാത്രം ചെറിയ ഒരു മയക്കിൽ അല്ലെ, അവസാനം മാത്രം ചെറിയൊരു വ്യത്യാസം, ഈ പോയിന്റ് യോജിപ്പിച്ചു. അതേപോലെ എന്ത് ചെയ്യാം, ഈ 3 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇവിടെ ഇത് യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ സൈഡ് അല്ലെ, അതും കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം, ഈ സ്റ്റാർട്ട് ഇങ്ങനെ വരച്ച ഉള്ളിലത്തെ വരകളൊക്കെ മായ്ച്ചു കളയണം അല്ലെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് മായ്ച്ച് കളയാം. അപ്പൊ ഓക്കെ, അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളിലത്തൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് വേണം, നമ്മൾ ഇത്രയും ഭാഗങ്ങൾ അല്ലെ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോണ്, ഇതും കൂട്ടിമുട്ടിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് എടുക്കാണ്ട് തന്നെ നമുക്ക് മുട്ടിക്കാൻ പറ്റും, കണ്ടില്ലേ. ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീളം എടുത്ത് കണ്ട ഇതേപോലെ ചെയ്താലും മതി. അപ്പൊ ഒരേ പീസ് ആക്കിയിട്ട് നേരം കളയണ്ട. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിക്കുക, കണ്ടില്ലേ. അതല്ലെങ്കിൽ സംശയമുള്ളവർ എന്ത് ചെയ്യാം, ഒരേ കഷ്ണമായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം അല്ലേ. ഇനി ഏതാ ഉള്ളത്, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. ഇത് മുട്ടിച്ചു. ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ കിട്ടി. ഇനി എന്താണ് ഇതിൽ ബാക്കിയുള്ളത്, ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ചെയ്ത പോലെ തന്നെ അല്ലെ. ഇനി ഇവിടെ ഉള്ളിലുള്ള ഉള്ളിൽ കലാപരിപാടി ഒന്നുമില്ല, ഇങ്ങനെ ക്രോസ് ചെയ്യലൊന്നും ഇവിടെ ഇല്ല അല്ലെ. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണം, അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് ഇവർ തമ്മിൽ കൂട്ടി ഒന്ന് യോജിപ്പിക്കണം അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചു. ഇനി എന്ത് വേണം, ഇവ തമ്മിൽ യോജിപ്പിക്കണം അല്ലെ. ഓക്കെ, അവ തമ്മിൽ യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ പോയിന്റുകൾ അല്ലെ. അപ്പൊ ഓക്കെ, അതും യോജിപ്പിച്ചു. ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് ഇതേ ഫിഗർ തന്നെ ഇവിടെ കിട്ടി അല്ലെ. ഇതേ പടം തന്നെ നമുക്ക് കിട്ടി. ഇനി എന്തിന്റെ ഒരു കുറവുള്ളൂ, കളറിന്റെ ഒരു കുറവുണ്ട് അല്ലെ. അപ്പൊ എന്ത് വേണം, നിങ്ങൾ കളർ കൊടുക്കണം. എങ്ങനെ കളർ കൊടുക്കണം, ഇവിടെ ബ്ലൂ, യെല്ലോ, ഗ്രീൻ അല്ലെ. അപ്പൊ ഈ 3 മൂലകൾക്ക് എന്ത് കൊടുക്കുക, നല്ല ഇതെന്ത് കളറാണ്, ഗ്രീൻ അല്ലേ. അപ്പൊ ഗ്രീന് കൊടുക്കുക. അതിനുശേഷം ഈ
1 2 3 4 5 അല്ലെ? ഇത്രയും ഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കാം? യെല്ലോ കളർ കൊടുക്കാം. നടുവിൽ സ്റ്റാറിന് എന്ത് കൊടുക്കാം? ഒരു ബ്ലൂ കളർ കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതേപോലത്തെ തന്നെ അതിമനോഹരമായ പടം നമുക്കിവിടെ കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.